ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബോ ഉണ്ടാക്കാം. നല്ല ക്യൂട്ടായിട്ടില്ലേ? വേറെ ഒരു വെറൈറ്റി ബോ, നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് പോലെയല്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബോ ആണ്. അപ്പം ഞാനിവിടെ എന്താ പറയുക, ഒരു നല്ലൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. സാറ്റിനൊന്നല്ല, ഒരു സ്ട്രെച്ചബിളായിട്ടുള്ളൊരു ക്ലോത്താണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ക്ലോത്തിലത് അത് വെച്ച് ചെയ്യാം. ഞാൻ ഇത് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് 12 ഇഞ്ച് 31 സെൻറ്റിമീറ്റർ അളവും, അതുപോലെ തന്നെ 6 ഇഞ്ച് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രണ്ടളവിലാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം തന്നെ 12 ഇഞ്ച് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിതാ ഇവിടെ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത്, എന്നിട്ട് താഴോട്ടായിട്ട് 6 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ 3 പ്രാവശ്യം 4 മടക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരളവ് ഇതുപോലെ എടുക്കുക, 6 ഇഞ്ച് എടുത്ത് കൊടുക്കുക. നമ്മൾ 12 ഇഞ്ചിൻ്റെ അടുത്തേക്കാണ് 4 മടക്കായിട്ട് മടക്കിയത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പീസ് നമുക്കൊരു 3 പീസ് വേണം. ഈ ഒരു സൈസിലല്ല, സൈസ് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു, നല്ല സുഖമുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ഒരു സ്ട്രെച്ചബിളല്ല, എന്നാലും അങ്ങനെ ആ ഒരു മെറ്റീരിയലാണ് ഉണ്ടായേ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ക്ലോത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ട ബാക്കി ക്ലോത്ത് എടുക്കുക. അതും 12 ഇഞ്ച് അളവിൽ തന്നെ വേണ്ടതുകൊണ്ട് ഞാൻ ആ ഒരു അളവിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി വീതിയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. വീതി വന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചാണ് വീതി വേണ്ടത്. അപ്പം 12 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതി. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എന്താക്കി കൊടുക്കണം, ഈ ഒരു ക്ലോത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഈ ഒരു ക്ലോത്തും കട്ട് ചെയ്തെടുക്കാമെന്ന്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ബോ കാണാനും നല്ല രസമുണ്ട്. സാറ്റിൻ ക്ലോത്തിലൊക്കെ ആ ബോ, ഈ ഒരു മോഡലിൽ നമ്മൾ ബോ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് 6 ഇഞ്ചിൽ 2 ഇഞ്ച് അളവ്, 2 ഇഞ്ച് അളവിൽ നമുക്ക് എന്താക്കണം, ഒരു ചെറിയൊരു ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ അതും കൂടെ ഒന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ, നമ്മളൊരു മൂഡ് സെറ്റാണെങ്കിൽ നമുക്കൊക്കെ ചട്ടപ്പട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ആ ഒരളവിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കലാണ്. ഇനി നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് ഇറങ്ങാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ ഉൾവശം ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സൈഡ് അടിച്ചു കൊടുക്കലാണ്. അപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സൈഡ് അടിക്കാൻ. ഓവർ സൈഡിലോട്ട് പോയിട്ട് അടിച്ചാൽ നമ്മൾ സ്റ്റിച്ച് റെഡി ആവില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെയുള്ള എല്ലാം കൂടെ ഒന്ന് 1 by 1 ആയിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് കാണും. ഇതിൻ്റെ മേലെയല്ല, ഒന്നടിച്ചതിൻ്റെ ബാക്കിൽ മറ്റേതും കൂടി ഇങ്ങനെ അടിച്ച് പോകലാന്ന്. അപ്പം സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ പരിപാടി. വേഗം തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം സ്റ്റിച്ചിങ് കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കിയിൽ സെറ്റപ്പാക്കി വേഗം തന്നെ ബോ ഉണ്ടാക്കാം. ഒരു ചട്ടപ്പടി ബോ ഉണ്ടാക്കലാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് മെയിനായിട്ട് എല്ലാവർക്കും ആവശ്യമുണ്ടായത്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നില്ല ഒരു ഐഡിയയും കൂടെ കിട്ടിയാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ളതും കൂടെ ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലോത്തും കൂടെ ഇതുപോലെ പിടിച്ച് സെയിം മെത്തേഡിൽ തന്നെ ഇതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ നമ്മളിവിടെ 3 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു 3 പീസും നമ്മൾ ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ എന്തായാലും ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഞാൻ എൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കയറി കണ്ടോക്കാം. വണ്ടി വിട്ടതുപോലെ സ്റ്റിച്ച് ഇടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിന് ഇതിൻ്റെ അടിയിൽ സ്റ്റിച്ച് നൂലില്ല. അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് വേണ്ടിയില്ല. രണ്ടാമത് നൂല് ബോമലിൽ കയറ്റി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ എൻ്റെ ചാനലിൽ ഒരുപാട് സ്ക്രഞ്ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കയറി കണ്ടോക്കാം. അതുപോലെ തന്നെ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഒരു മിക്സഡ് ചാനലാണ്. അപ്പോൾ എല്ലാം കണ്ടോക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ലൈറ്റാണ് കുഞ്ഞത്. ഇതും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതെനിക്ക് ആദ്യം എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത്
എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും സ്റ്റിച്ച് ചെയ്ത കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്താക്കി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. നോർമൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കുറേ ആലോചിച്ചതിന് ശേഷം എന്താ ഇതുപോലെ തന്നെ ഞാൻ 2 സൈഡും കൂടെ കൂട്ടി അടിച്ചു കൊടുക്കലാണ്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതടിച്ചതിന് ശേഷം നേരെ അയൺ ചെയ്യാൻ വേണ്ടി പോവാം. എന്ത് ബോ ഉണ്ടാക്കുമ്പോഴും സ്പെൻഡീസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അയൺ ചെയ്തിട്ട് ചെയ്യുമ്പോഴേ നല്ല രസം ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണും. അപ്പം ഇതെന്തായാലും ഈ ഒരു ബോ ഉണ്ടാക്കുമ്പോൾ അയൺ ചെയ്യണം. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അയൺ ചെയ്യണം. അപ്പോൾ ഇതാ 3 കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിന് എന്താക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുക. എങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ബോൻ്റെ ഷേപ്പിലേക്ക് മാറ്റുന്നതെന്നുള്ളത് കാണണ്ടേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അങ്ങനെ ഞാനിത് 3 കൂടെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ സ്റ്റിച്ച് വീണ ഭാഗം ഈ നടുഭാഗത്തായിരിക്കണം. നടുഭാഗത്താണ് സ്റ്റിച്ചിട്ട് ഭാഗം വേണ്ടത്. ഇനി ഈ ഒരു ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെയാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കലാണ്. അടുത്തത് ഞാൻ അതുപോലെ തന്നെ സ്റ്റിച്ചാക്കി അയൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ സെറ്റായില്ലേ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായാലും എന്താണേലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഞാനിതാ 3 കൂടെ ഇവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 ക്ലോത്തും ഇതുപോലെ വെച്ച് എന്നിട്ട് നമ്മളിതാ വലിയ ക്ലോത്ത് ഉണ്ടല്ലോ, വലിയ ക്ലോത്ത് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം അടിയിലായിട്ട് 2 സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 ക്ലോത്തും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കണം, 2ൻ്റെയും നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാൻ അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല, എനിക്ക് മനക്കണക്ക് പോലെ ആ ഒരു കറക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എന്നിട്ട് ഈ ഒരു സൈഡ് ആദ്യം നമ്മളെടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അയച്ചാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാലെന്ന് വെച്ചാൽ സ്റ്റിച്ചിട്ട് കൊടുക്കുകയല്ല ചെയ്തേ, നൂല് വെച്ചിട്ട് ആ ഒരു ബോൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ സൂചി നൂലും കൊണ്ട് ഇതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. അതിലും നല്ലത് ഇങ്ങനെ തുന്നിയിട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നൂല് വലിക്കുമ്പോൾ തന്നെ ആ ഒരു ബോൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം തുന്നിയെടുക്കാം. ഇനി തുന്നിക്കഴിഞ്ഞ് ഈ ഭാഗം ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് ബോൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇത് കുറച്ച് കട്ടിയിലെ ക്ലോത്ത് ആയതുകൊണ്ടാണ്, സാറ്റിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ വേഗം തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് വലിച്ചിട്ട് ഒന്ന് ആ ഒരു നൂല് ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വലിച്ച് ബോൻ്റെ ഷേപ്പാക്കിയതിന് ശേഷം ഞാൻ ഈ നൂലുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായില്ലേ, ഡബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ബോ. നമ്മൾ സിംഗിൾ ബോ ചെയ്യുന്ന പോലെയല്ല, കണ്ടോ, ഡബിളായിട്ട് മുകളിലൊരു ചെറിയ ബോവും കൂടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും നമ്മുടെ. അങ്ങനെ ഞാനത് ആ ഒരു സൈഡിൽ സ്റ്റിച്ചൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗവും അതിൻ്റെ ഇവിടെയും കൂടെ എന്താക്കി കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അതായത് തുന്നി കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എന്തായാലും തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് തുന്നിയിട്ട് ആ ഒരു ടൈമിൽ കറണ്ട് പോയി. അപ്പോൾ ഞാൻ തുന്നിയെടുത്തിട്ടില്ല. അതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്ത് എന്താക്കണം, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടിഭാഗത്തുള്ള ഈ ഒരു ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അലിഗേറ്റർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ്, കറണ്ട് പോകുന്നതിന് മുമ്പേ ഗ്ലൂ ഗണ്ണ് അവിടെ ഓണാക്കി വെച്ചുകൊണ്ട് ഗ്ലൂ ആയിട്ടുണ്ട്.
അലിഗേറ്ററിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയൊരു ബോവാണ്. അപ്പോൾ അലിഗേറ്റർ അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അലിഗേറ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു അലിഗേറ്റർ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യൂട്ട് ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം ഒരു കുറച്ച് സമയം നമുക്ക് എന്താക്കാം, അത് ഒട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ല ഈ ബോൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം.